എന്ത് പറ്റി പോണില്ല? ഞാൻ ഈ വണ്ടി ഓടിക്കുന്ന കാര്യം ആലോചിച്ചോണ്ടിരിക്കുന്നു. എനിക്ക് സ്നോ ഉള്ളപ്പോഴേ സൺലൈറ്റ് അടിച്ചിട്ട് ഭയങ്കര ഗ്ലെയർ ആണ്. വണ്ടി ഓടിക്കുമ്പോൾ ഭയങ്കര സ്ട്രെയിൻ ആണ്. ഒരു അരമണിക്കൂറൊക്കെ ആകുമ്പോൾ തന്നെ എനിക്ക് തലവേദനിക്കും. ഞാൻ കുറച്ച് നാളായിട്ട് പറയില്ല ഒരു സൺഗ്ലാസ് മേടിക്കാൻ. സൺഗ്ലാസ് ഒക്കെ ഞാൻ കുറേ വാങ്ങിച്ചതെന്നേ, കുറേ വച്ച് നോക്കിയതാ. പക്ഷെ കാര്യമൊന്നുമില്ല, ഒരു വ്യത്യാസവും ഇല്ല. ഇനി ഏതെങ്കിലും നല്ല മറ്റേ എന്താ പറയുക പോളറൈസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഗ്ലാസ് വല്ലതും മേടിക്കണം. എങ്ങനെ നമുക്ക് പോളറൈസ്ഡ് മേടിക്കാം? പോളറൈസ്ഡ് ഭയങ്കര എക്സ്പെൻസീവ് ആണ്, അഫോർഡബിൾ ആയിട്ടൊന്നും ഇല്ല. അപ്പൊ നീ ഫെർമോയെ പറ്റി കേട്ടിട്ടില്ല? ആ, ഇവർ 2009 മുതലുള്ള ഒരു കമ്പനിയാണ്. അപ്പൊ അവരുടെ പോളറൈസ്ഡ് ഗ്ലാസസ് ഒക്കെ അഫോർഡബിൾ ആണ്. ഇതേതെന്ന് വെച്ച് നോക്കിയേ. കൊള്ളാലോ, നല്ല ബോക്സ് ഒക്കെ ആണല്ലോ. എങ്ങനെയുണ്ട്? കൊള്ളാം, നല്ല ഡിസൈൻ. ഇത് കൊള്ളാലോ. അത് ആ കൊള്ളാം കേട്ടോ, ഇത് അടിപൊളി. നിനക്ക് ഇത്രയൊക്കെ അറിയായിരുന്നെങ്കിൽ നീ ഇത് നേരത്തെ പറയാത്തത് എൻ്റെ അടുത്ത്. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫെർമോയെ പറ്റി പറയാനാണ് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ഞാൻ പറയാം, ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല. അവർ എനിക്ക് പൈസയൊന്നും തന്നിട്ടില്ല. പക്ഷേ ഒരു 3 weeks മുന്നേ അവർ റീച്ച് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരാണ് ഈ പ്രോഡക്റ്റ് സെൻഡ് ചെയ്ത് തന്നത്. ഇതിൻ്റെ ഒരു ഓണസ്റ്റ് റിവ്യൂ പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലാതെ എന്നോട് നല്ലത് പറയണമെന്നോ ഇന്നത് പറയണമെന്നോ എന്നൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ എൻ്റെ ഓണസ്റ്റ് ഒപ്പീനിയൻ ആയിരിക്കും കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ എന്തായാലും നേരത്തെ അമ്മ പറഞ്ഞതുപോലെ 2009 സ്റ്റാർട്ട് ചെയ്ത ഒരു കമ്പനിയാണ്. ഞാൻ ഈ ബ്രാൻഡിനെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ അങ്ങനെ മേടിച്ചിട്ടില്ല ഇതുവരെ. പക്ഷെ അവർ റീച്ച് ഔട്ട് ചെയ്ത് ഒരു പ്രോഡക്റ്റായി സെൻഡ് ചെയ്ത് തന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു ബോക്സിലാണ് ഈ പ്രോഡക്റ്റ് വന്നിരിക്കുന്നത്. ഒരു ഭയങ്കര നല്ല ഡിസൈനായിട്ടുള്ള ഒരു ബോക്സാണ്. അപ്പോൾ ഈ ബോക്സിൻ്റെ അകത്ത് കുറച്ച് പേപ്പേഴ്സ് ഉണ്ട്. എന്താണ്, ഒരു 50% ഓഫ് ഫ്രെയിംസിന് 50% ഓഫ് വരുന്നൊരു കൂപ്പൺ ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ഇത് നിങ്ങൾക്കുള്ളതാണ്. നമുക്കിനി അൺബോക്സിങ്ങിലേക്ക് പോവാം. അപ്പോൾ ബോക്സ് തുറക്കുന്നു, ഗ്ലാസസ്. അപ്പോൾ ഇതിൻ്റെ ഈ ഗ്ലാസ് വരുന്ന ഈ ഒരു കേസ് ഉണ്ടല്ലോ, ഇത് തന്നെ നമുക്ക് ഇതിൻ്റെ വൈപ്പ് ചെയ്യുന്ന ക്ലോത്ത് ആയിട്ടും യൂസ് ചെയ്യാം കേട്ടോ. അത് അങ്ങനെ ഒരു ഡ്യുവൽ പർപ്പസ് ഉണ്ട് ഇതിന്. ക്യാരിയിങ് പൗച്ചായിട്ടും വൈപ്പ് ചെയ്യുന്ന ക്ലോത്ത് ആയിട്ടും ഇത് യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് അവരെനിക്ക് സെൻഡ് ചെയ്ത് തന്നത്. ഒരു ഏവിയേറ്റർ മോഡലാണ് ഇത്. പോളറൈസ്ഡ് ആണ്, ബ്ലാക്ക് ടിൻഡ് ആണ്. ഒരു എന്താ പറയണ, ഒരു ഗൺ മെറ്റൽ ആണ് ഇതിൻ്റെ ഫ്രെയിം പറഞ്ഞിരിക്കുന്നത് കേട്ടോ. കാണാമായിരിക്കും, ഗൺ മെറ്റൽ എന്ന് പറയുന്ന ഫ്രെയിമാണ്, ഈ കളറാണ് ഈ ഫ്രെയിം. പിന്നെ ബ്ലാക്ക് ഗ്ലാസസ് ആണ്, ബ്ലാക്ക് ടിൻഡ് ആണ് കേട്ടോ, പോളറൈസ്ഡ് ആണ്. അപ്പോൾ ഇതാണ് ഗ്ലാസസ്. ഇത് എൻ്റെ മുഖത്തിന് എത്രത്തോളം ചേരുമെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ എനിക്ക് ഗ്ലാസസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. എന്താ പറയണ, ലെൻസസ് ആണെങ്കിലും ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ക്വാളിറ്റി ഉണ്ട്. ഈ നോസ് പീസ് ആണെങ്കിലും ഒക്കെ എനിക്ക് ഈ ഗ്ലാസസ് ഞാൻ അധികം യൂസ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ കുറേ നേരം എനിക്ക് ഗ്ലാസ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഈ മൂക്കിൻ്റെ ഇവിടെയൊക്കെ വേദനിക്കും. പക്ഷേ ഇത് ഞാൻ കുറച്ച് നാൾ യൂസ് ചെയ്തു. അപ്പോൾ എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയില്ല. കാരണം ഈ നോസ് പീസൊക്കെ വരുന്ന ഇതിന് അങ്ങനെയാണോ പറയണമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. നോസ് പീസൊക്കെ വരുന്നതൊക്കെ നല്ല ഇതായിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ആ ഗ്ലാസസ് വരുന്നത് കേട്ടോ. നല്ല അത്യാവശ്യം നല്ല ഫ്ലെക്സിബിളും ഒക്കെയാണ്, നല്ല ക്വാളിറ്റിയും ഉണ്ട് കേട്ടോ. കാരണം ആ പ്രൈസ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇനി ഒരു ക്വാളിറ്റിയിൽ എന്തെങ്കിലും ഇത് കാണിക്കുമോ എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെ ഒന്നുമില്ല, നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഗ്ലാസ്, നല്ല രസമുണ്ട് കേട്ടോ. നല്ലൊരു ഏവിയേറ്റർ മോഡൽ. അപ്പോൾ എനിക്ക് ഏവിയേറ്റർ മോഡൽ ഇല്ലായിരുന്നു. ഞാൻ ഏവിയേറ്റർ മോഡലിൻ്റെ ഒരു ഗ്ലാസ് മേടിക്കണമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഇവർ റീച്ച് ഔട്ട് ചെയ്തതും ഇത് സെൻഡ് ചെയ്ത് തന്നതും. അപ്പോൾ ഹ്യൂജ് ഷൗട്ട് ഔട്ട് ടു ഫെർമോ ഫോർ റീച്ചിങ് ഔട്ട് ടു മീ. ഇവർ ഓൺലൈൻ വെബ്സൈറ്റ് കയറി ചെക്ക് ചെയ്യുക. വെബ്സൈറ്റിൽ എല്ലാം വളരെ സിമ്പിളായിട്ട് നമുക്ക് ഗ്ലാസ് ഫ്രെയിംസ് ആണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രിസ്ക്രിപ്ഷൻസും നമുക്ക് ഇതിൻ്റെ അകത്ത് കൊടുക്കാൻ പറ്റും. നമ്മൾ കൊടുക്കുന്ന പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് ഇവർ ഗ്ലാസ് മേക്ക് ചെയ്ത് തരും. ഒരുപാട് ടൈപ്പിലുള്ള ഫ്രെയിംസ് ഉണ്ടെന്നുള്ളത് മാത്രമല്ല, അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ആ ലെൻസ് ചൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏത് ഓപ്ഷൻ വേണോ ചൂസ് ചെയ്യാം കേട്ടോ. ബ്ലൂ ലൈറ്റ് റിഡക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഫോട്ടോക്രോമിക് ആയിട്ടുള്ള ലെൻസസ് ഉണ്ട്, അതുപോലെ തന്നെ എന്താ പറയുക പോളറൈസ്ഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ചൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൽ നമുക്ക് ഏതാണ് വേണ്ടത് എന്നുള്ളത്, ഇപ്പോൾ ബ്ലൂ ലൈറ്റിൽ തന്നെ പല ഓപ്ഷൻസ് ഉണ്ട്.
നമുക്ക് വളരെ റെഗുലർ യൂസ് ചെയ്യുന്ന ആളാണോ അല്ല ഭയങ്കര ഹെവി യൂസ് കമ്പ്യൂട്ടേഴ്സൊക്കെ യൂസ് ചെയ്യുന്ന ആളാണോ എന്നുള്ളതൊക്കെ നമുക്ക് ഓപ്ഷൻ സെലക്ട് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല സ്ക്രാച്ച് റെസിസ്റ്റൻറ്റ് കോട്ടിങ്ങും അങ്ങനെ പല അഡ്വാൻറ്റേജസും നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. വേറൊരു കാര്യം കൂടെ എടുത്ത് പറയാനുള്ളതെന്ന് പറയുന്നത് എനിക്ക് എന്നെ റീച്ച് ഔട്ട് ചെയ്ത സമയത്ത് ഞാൻ ഇവരുടെ വെബ്സൈറ്റിലും അതുപോലെ തന്നെ റിവ്യൂസും കാര്യങ്ങളും എല്ലാം ഞാൻ കയറി നോക്കി. അത് ഫേമോയിൽ മാത്രമല്ല ഞാൻ റിവ്യൂസ് നോക്കിയത്, ബാക്കിയുള്ള വെബ്സൈറ്റ്സിലും എല്ലാം ഞാൻ റിവ്യൂസ് നോക്കിയായിരുന്നു. കാരണം ഞാൻ എൻ്റെ ഓഡിയൻസിന് ഒരു ഇൻഫർമേഷൻ കൊടുക്കുമ്പോൾ അത് ജെന്യൂൻ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആയിരിക്കണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാ റിവ്യൂസും ഒരുപാട് സൈറ്റ്സിൽ ഫേമോയെ പറ്റിയുള്ള റിവ്യൂസ് എല്ലാം നോക്കിയിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഫേമോയുടെ ലിങ്കും ഈ ഗ്ലാസിൻ്റെ മോഡലും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല എൻ്റെ കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 50% ഓഫും കിട്ടും. അപ്പോൾ എന്തായാലും ചെക്കൗട്ട് ചെയ്യുക, ഡിസ്ക്രിപ്ഷനിൽ നോക്കുക, അവരുടെ വെബ്സൈറ്റിൽ നോക്കുക, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. കാരണം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അത് മാത്രമല്ല ബെസ്റ്റ് എന്ന് പറയുന്നത് അഫോർഡബിൾ ആണ്. അപ്പോൾ എന്തായാലും കയറി നോക്കുക. അപ്പോൾ അതും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. മറക്കണ്ട, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് വഴി അറിയിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫോർ നൗ.